അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ ഖാതമുൻ നബിയ്യീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഇത്രതിഹി വമൻ വാലാഹു ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഖാദിയാനിസം എന്ന ഈ ഫിത്ന ഈ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച പ്രവചനത്തിൻ്റെ പുലർച്ചയാണ്. ലോകാവസാനമാകുമ്പോൾ അനേകം ഫിത്നകൾ ഈ ലോകത്ത് ഉടലെടുക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതുപോലെയാണ് ഫിത്നകൾ വരിക? കനിലാമിൻ കുത്തിയ സിൽക്കുഹു, ഒരു മാല പൊട്ടിച്ചാൽ അതിൽ നിന്ന് എപ്രകാരമാണോ അതിൻ്റെ മുത്തുകൾ താഴോട്ട് ഉതിർന്നു വീഴുന്നത്, അതുപോലെ ഒരു ഫിത്നക്ക് പുറകെ വേറൊരു ഫിത്നകൾ വന്നുകൊണ്ടിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ പ്രവചനം നാം മനസ്സിലാക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ലോകത്ത് വരാനുള്ള ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലാണ്. ആ ദജ്ജാൽ വന്നു കഴിയുന്നതാണ് ഏറ്റവും വലിയ ഫിത്ന. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ ഒമിൻ ഫിത്നത്തുൽ മഹ്യായ വൽ മമാത്ത് ഒമിൻ ഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഫിത്നകളിൽ നിന്നും അതുപോലെ തന്നെ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു, കാവലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാറുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ലോകത്ത് 30ഓളം ദജ്ജാലൂന കദ്ദാബൂൻ, കള്ളന്മാരായ ദജ്ജാലുകൾ രംഗത്ത് വരും. അവരെല്ലാവരും കുല്ലുഹും യസ്അമു അന്നഹു നബിയ്യുൻ, ഓരോരുത്തരും വാദിക്കുന്നത് ഞാൻ നബിയാണ് എന്നായിരിക്കും. വആഖിറുഹും അൽ-അവറു ദജ്ജാൽ, അവരുടെ അവസാനത്തെ ആൾ ഒറ്റക്കണ്ണനായ കണ്ണുപൊട്ടനായ ദജ്ജാലായിരിക്കുമെന്ന് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ കള്ളൻ പ്രവാചകന്മാരായി വന്ന അനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടനവധി ആളുകൾ ഈ ലോകത്ത് ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കാലത്ത് തന്നെ വന്ന മുസൈലമത്തുൽ കദ്ദാബിനെ നമുക്ക് കാണാം, ചരിത്രത്തിൽ വായിക്കാം. അതുപോലെ തന്നെ അസ്വദുൽ അനസിയെ നമുക്ക് വായിച്ചെടുക്കാം. അതുപോലെ തന്നെ എല്ലാ രാജ്യവും അതുപോലെ തന്നെ ഖലീഫമാരൊക്കെ ഉണ്ടായിരുന്ന 4 നൂറ്റാണ്ടുകളോളം അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ഭരിച്ച ഇബ്നു തരീഫിനെ പോലത്തെ കള്ളപ്രവാചകന്മാരെ ലോകത്ത് കണ്ടെത്താൻ സാധിക്കും. ഇതെല്ലാം അതുപോലെ തന്നെ ശേഷം വന്ന ബഹായികൾ, അവരും പറയുന്നത് അവരുടെ നേതാവ് ബഹാഉല്ല പ്രവാചകനാണ് എന്നാണ്. മുഹമ്മദിനെ പോലെ ഈസയെ പോലത്തെ ഒരു പ്രവാചകനാണ് ബഹാഉല്ല എന്നും, ആ ബഹാഉല്ലക്ക് വേറൊരു മതമാണ് ഇസ്ലാമിനെ പോലത്തെ ഒരു മതം ദൈവം നൽകിയിട്ടുണ്ടെന്നും, അവർക്ക് കിതാബുൽ മുഖദ്ദസ് ഒരു പരിശുദ്ധമായ ഗ്രന്ഥം അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നൊക്കെ അവർ വാദിക്കുന്നു. അവരുടെ വെബ്സൈറ്റുകളിൽ പോയാൽ നമുക്കത് കാണുവാൻ സാധിക്കും. അതേപോലെ ആ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകത്വം വാദിച്ചിട്ടുള്ള വേറൊരാളാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കാൻ അദ്ദേഹത്തിന്റെ മകൻ എഴുതിയ സീറത്തുൽ മഹദി ഒന്ന് ഒരു ആവർത്തി വായിച്ചാൽ മതി. നമുക്ക് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ സീറത്തുൽ മഹദി വായിക്കുമ്പോൾ ഇദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാത്ത, ജീവിതത്തിൽ ഒരു വിശുദ്ധിയും ഇല്ലാത്ത, ജീവിത വിശുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഇൻഷാ അല്ലാഹ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിശാലമായി പിന്നീട് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിന്റെ അല്ലെങ്കിൽ ഈ ഒരു റെക്കോർഡിങ്ങിന്റെ ഉദ്ദേശം മിർസ ഖാദിയാനിയുടെ അനുയായികൾ ഒരു ഗ്രൂപ്പിൽ ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا എന്ന സൂറത്ത് നിസായിലെ 69ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടാൽ അവൻ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരാകാം, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളാകാം, ശുഹദാക്കളാകാം, സാലിഹീങ്ങളാകാം, അവരെത്രയും നല്ല കൂട്ടുകാർ, അവരെ ആ കൂട്ടത്തിലൊക്കെ പെടാമെന്ന്, നബിമാരാകാൻ കഴിയും, സിദ്ദീഖാകാൻ കഴിയും, ശുഹദാക്കളാകാൻ കഴിയുമെന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ട്. അവരോട് ഞാൻ വളരെ വ്യക്തമായി പല ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ആയത്തിന്റെ അംഗങ്ങൾ അർത്ഥം വെക്കുമ്പോൾ ഈ ആയത്തിന്റെ യഥാർത്ഥ അർത്ഥം മുസ്ലിം ലോകത്തിന് മനസ്സിലായത്
സഹാബത്തിന് മനസ്സിലായത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച് നൽകിയത് അങ്ങനെയല്ല. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടാൽ, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അക്കൂട്ടർ അല്ലാഹുവിനെ അനുഗ്രഹിച്ച ആളുകളോട് കൂടെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് ആയിരിക്കും. അവർ അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെടും. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ? നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളുമാണ്. അവർ പരലോകത്ത് ഏറ്റവും മികച്ച കൂട്ടുകാരാണ്, ഉത്തമ കൂട്ടുകാരാണ് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം, എന്നാണ് മുസ്ലിം ലോകം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവരോട് ചോദിച്ചു, ഒന്നാമത്തെ ചോദ്യം, സഹോദരങ്ങളെ ഖാദിയാനികളെ, നിങ്ങൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് കഴിഞ്ഞാൽ അവന് പ്രവാചകത്വ പദവി ലഭിക്കുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ ആയത്തിന് ഏതെങ്കിലും അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ താബിയങ്ങളോ അതുപോലെ തന്നെ മുഫസ്സിറുകളോ ആ ഉത്തമ നൂറ്റാണ്ട് കഴിഞ്ഞ് 1300 കൊല്ലം വന്ന ഏതെങ്കിലും ഒരു മുഫസ്സിർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് യാതൊരു മറുപടിയും അവർ കാണുവാൻ സാധിക്കില്ല. കാരണം ഒരൊറ്റ സഹാബിയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ സഹാബിമാരും താബിഈങ്ങളും അതുപോലെ അതിനുശേഷം വന്ന ഇസ്ലാമിക ലോകത്തെ ഇവർ മുഹദ്ദിസുകളാണ് എന്ന് പറയുന്ന ഇമാം ഷാഫിയാകട്ടെ, ഇമാം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയാകട്ടെ, അതുപോലെ തന്നെ മറ്റു ഇവർ മുഹദ്ദിസുകളാണെന്ന് പറയുന്ന ഒരൊറ്റ ആളും അതിന് അത്തരമൊരു വിശദീകരണം നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കില്ല. ആദ്യമായി ഇതിന് വിശദീകരണം നൽകുന്നത് മിർസയുടെ അനുയായികളാണ് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായി ഈ ആയത്തിറങ്ങുവാൻ ഒരു കാരണമുണ്ട്. ഈ ആയത്തിറങ്ങുവാനുള്ള കാരണം ഒരു സഹാബി വന്നുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റസൂലെ, ഞാൻ താങ്കളെ എന്നേക്കാളേറെ സ്നേഹിക്കുന്നു. റസൂലെ, എന്റെ കുടുംബത്തെക്കാളേറെ താങ്കൾ സ്നേഹിക്കുന്നു. എന്റെ മാതാപിതാക്കളെക്കാളേറെ, എന്റെ ബന്ധുമിത്രാദികൾക്കെതിരെക്കാളേറെ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു റസൂലെ. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ മരണവും താങ്കളുടെ മരണവും ഞാൻ ഓർത്തുപോയി റസൂലെ. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്, താങ്കൾ ഇദാ ദഖൽതൽ ജന്ന, താങ്കൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ റുഫിയത മഅൻ നബിയീൻ, നബിമാരോട് കൂടെ ഉയർത്തപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടാൽ എനിക്ക് താങ്കളെ കാണുവാൻ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം അവലംബിച്ചു. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്ന ആയത്ത് അവതരിച്ചത് എന്ന് സഹീഹായ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്ന പക്ഷം അവൻ അള്ളാഹു അനുഗ്രഹിച്ച നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ നാളെ പരലോകത്ത് ആ പദവിയിൽ അവർക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നതാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കുന്ന സബബുൻ നുസൂൽ. നമ്മൾ അവരോട് ചോദിച്ചു ഈ ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, എല്ലാ സഹിഹായ ഹദീസുകളും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ ഈ ഹദീസ് അംഗീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യവും അതിന്റെ ഉത്തരവും ആ സമയത്ത് ഈ ആയത്തിറങ്ങിയതിന്റെയും ഉദ്ദേശം അത് പരലോകത്ത് കിട്ടുന്ന പദവിയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഖാദിയാനികളെ എന്ന് പറഞ്ഞപ്പോൾ അതിനും മറുപടിയില്ല. മാത്രവുമല്ല, നമ്മൾ അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്ന വേറെ ചോദ്യമാണ്, എങ്കിൽ ഈ ലോകത്ത് സിദ്ദീഖീങ്ങളില്ലേ, സാലിഹീങ്ങളില്ലേ, ശുഹദാക്കളില്ലേ, എന്തുകൊണ്ട് നബിമാരുണ്ടായിക്കൂടാ? ആ ഖുർആനിന്റെ ഈ ആയത്തിനെ സൂറത്ത് ഹദീദിലെ 19ാമത്തെ ആയത്ത് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ചാൽ, അവർ അള്ളാഹുവിന്റെ പ്രവാചകരിലും അള്ളാഹുവിലും വിശ്വസിച്ചാൽ, അവർ ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാണ് സിദ്ദീഖീങ്ങൾ, അവരാണ് ശുഹദാക്കൾ ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കൽ. അപ്പോ ഇവർ സിദ്ദീഖീങ്ങൾ ആരാണ് എന്നും ശുഹദാക്കൾ ആരാണ് എന്നും കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിലും അവൻ റസൂലിലും വിശ്വസിച്ചാൽ അവൻ സിദ്ദീഖാകാൻ കഴിയും, ശുഹദാക്കളാകാൻ കഴിയും, സാലിഹീങ്ങളാകാൻ കഴിയുമെന്ന് ശുദ്ധ ഖുർആന്റെ മറ്റ് ആയത്ത് കൊണ്ട് അത് വിശദീകരിക്കും. എന്നാൽ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനാകാൻ കഴിയുമെന്ന് ആ ആയത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ മഅൻ നബിയീൻ എന്ന് പറഞ്ഞത്
നാളെ പരലോകത്ത് നബിമാരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പദവി നൽകുമെന്നല്ലേ ഇതിന്റെ അർത്ഥമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രവുമല്ല വഹസുന ഉലൈക റഫീഖ എന്ന അവസാനത്തെ പദം അവർ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. ഇനി ഒരു ദുനിയാവിലാണ് ഈ പദവി ലഭിക്കുന്നതെങ്കിൽ ഓരോ ഗ്രാമത്തിലും ഓരോ നബിമാരുണ്ടാകണം, ഓരോ ഗ്രാമത്തിലും ഓരോ നബിമാരുണ്ടാകണം, എങ്കിലേ ഓരോ കൂട്ടുകാരനാവുകയുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ കൂട്ടുകാരനാകാൻ പറ്റുമോ? അതവർ അംഗീകരിക്കുന്നില്ല. നബിക്ക് ശേഷം ഒരേ ഒരു നബി മാത്രമേ ലോകത്ത് വരുള്ളൂ, അത് മിർസ മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല നമ്മൾ അവരോട് ചോദിച്ചു അൻ നബീൻ എന്ന പദത്തിന്റെ അർത്ഥം. ഒരുപാട് നബിമാർ വരുന്നല്ല, ജം അല്ലേ, ഒറ്റ നബി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നബിമാർ ലോകത്ത് വന്നൂടെ? അത് എന്ത് നിങ്ങൾ മിർസ മാത്രം അംഗീകരിക്കുന്നത്? മിർസക്ക് മുമ്പ് വന്ന കള്ളപ്രവാചകന്മാരെ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? മിർസക്ക് മുമ്പ് പ്രവാചകത്വം വാദിച്ച ബഹാഉള്ളയെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അതിനു മുമ്പ് പ്രവാചകത്വം വാദിച്ച ഇബ്നു തരീഫിനെ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? അതിനു മുമ്പ് പ്രവാചകത്വം വാദിച്ച സജ്ജായിയെയും മുസൈലിമത്തുൽ കദ്ദാബിനെയും ഒക്കെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അതിനും അവർക്ക് മറുപടിയില്ല. കാരണം മറുപടി പറയാൻ അവർക്ക് കഴിയില്ല. നബീൻ എന്നത് ബഹുവചനമാണ്. അവർ പറയുന്നത് ഒറ്റ നബി മാത്രമുള്ളൂ, അത് മിർസ മാത്രമുള്ളൂ എന്നാണ്. മാത്രമല്ല നമ്മൾ അവരോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്താജിറു സദൂഖുൽ അമീന മഅൻ നബിയീൻ വസിദ്ദീഖീൻ വശുഹദാ, സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ അവൻ നബിമാരുടെ കൂടെയായിരിക്കും, സിദ്ദീഖീങ്ങളുടെ കൂടെയായിരിക്കും, ശുഹദാക്കളുടെ കൂടെയായിരിക്കും. സഹോദരങ്ങളെ, ഖാദിയാനികളെ, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു കച്ചവടക്കാരൻ, സത്യസന്ധനായ കച്ചവടക്കാരന് പ്രവാചകനാകാൻ കഴിയുമോ? ഒരു സത്യസന്ധനായ കച്ചവടക്കാരന് സിദ്ദീഖാകാം, ഒരു പക്ഷേ അവന് ശുഹദാക്കളാകാം. പക്ഷേ ഒരു സത്യസന്ധനായ കച്ചവടക്കാരന് നിങ്ങൾക്ക് പ്രവാചകനാകാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. അതവർ പറയും അത് സാധിക്കില്ല, കച്ചവടക്കാരൻ ഒരിക്കലും നബിയാവൂല. മാത്രവുമല്ല ഈ നബീൻ എന്ന പദത്തിന്റെ അർത്ഥം ഖുർആനിൽ, ശുദ്ധ ഖുർആനിൽ നബി എന്ന് പറഞ്ഞതെല്ലാം ഒരൊറ്റ അർത്ഥത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് അവിടെ എല്ലാം അള്ളാഹു ഉപയോഗിച്ച പദം ഒന്ന് മാത്രമാണ്. ഇവർ പറയുന്നത് ഈ നബീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് കഴിഞ്ഞാൽ ഒരാൾ നബിയാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉമ്മത്തി നബിയാകുമെന്നതാണത്രേ. അത് ലില്ലിയായ നബിയോ അല്ലെങ്കിൽ ബ്രൂസിയായ നബിയോ, ശരീഅത്തില്ലാത്ത പ്രവാചകൻ, ഒരു ഹക്കീക്കിയായ ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകനാകുക, അല്ലാതെ ഒറിജിനൽ പ്രവാചകനാകാൻ സാധിക്കില്ല എന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ നബീൻ എന്നതുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ സിദ്ദീഖീങ്ങളും ലില്ലിയാകണ്ടേ, ശുഹദാക്കളും ലില്ലിയാകണ്ടേ, സാലിഹീങ്ങളും ലില്ലിയാകണ്ടേ? അത് നിങ്ങൾ പറയോ? അങ്ങനെ ലില്ലിയായ സിദ്ദീഖ്, ലില്ലിയായ ശുഹദാവ്, നബി മാത്രം ലില്ലിയാവുക. ആ മിനൻ നബീൻ എന്ന് ബാൻ നബീൻ എന്ന് പറഞ്ഞുകൊടുത്ത് ആ നബിമാർ മാത്രം ലില്ലിയാവുക, അത് ഏകവചനമാവുക. എത്ര കൗതുകകരമാണ്! മാത്രം അതിന്റെ ബാക്കിയുള്ള ആയത്തിൽ വരുന്ന ആളുകൾക്ക് ഒറിജിനലാണ്. ഇത് മാത്രം ഒരു ഹക്കീക്കിയാണ്. സിദ്ദീഖ് ഒരു ഹക്കീക്കല്ല, അത് ഹക്കീക്ക് തന്നെയാണ്. ശുഹദാ ഒരു ഹക്കീക്കല്ല, അത് ഹക്കീക്ക് തന്നെയാണ്. സാലിഹൂൻ ഒരു ഹക്കീക്കല്ല, അത് ഹക്കീക്ക് തന്നെയാണ്. എന്നാൽ നബിമാരിലേക്ക് എത്തുമ്പോൾ അത് ഒരു ഹക്കീക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത്രേ. എന്തൊരു കൗതുകരമായ പൊട്ടത്തരമാണ് ഈ ഖാദിയാനികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഖാദിയാനികളെ, നിങ്ങൾ ഇതിന് മറുപടി പറയണം. നബീൻ എന്നതിന് എന്ത് അർത്ഥമാണ്? നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ബുറൂസിയായ അല്ലെങ്കിൽ ലില്ലിയായ നബി മാത്രമേ ഉണ്ടാവൂ എന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആ നബീൻ എന്ന് ഖുർആനിൽ പറഞ്ഞെടുത്ത് എവിടെയെങ്കിലും ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അവരോട് ചോദിച്ചിട്ട് മറുപടിയില്ല. നിങ്ങൾ ഇതിനെങ്കിലും മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല മഹാന്മാരായ സഹാബത്ത്, ആ സഹാബത്തിനെ നമുക്കറിയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് യുദ്ധം ചെയ്യുകയും പ്രവാചകന് ജീവൻ സമർപ്പിക്കുകയും ചെയ്ത സഹാബത്ത്, പ്രവാചകനോട് യുദ്ധത്തിൽ പോവുകയും ആ യുദ്ധത്തിൽ പ്രവാചകന്റെ ശരീരം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രവാചകനെ വലയം ചെയ്യുകയും എന്നിട്ട് അമ്പുകൾ നെഞ്ചിലേക്ക് വരുന്നത് അത് ധൈര്യത്തോടെ ഏറ്റുവാങ്ങുകയും അങ്ങനെ ചില സഹാബത്തെല്ലാം പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാവുന്നതാണ്. അവരെ ഉഹദിലും ഖന്തക്കിലും ഹുനൈനിലും അതുപോലെ തന്നെ മറ്റ് യുദ്ധങ്ങളിലെല്ലാം പ്രവാചകന്റെ കൂടെ പങ്കെടുത്ത ആ സഹാബിമാർ, അതുപോലെ പ്രവാചകന്റെ കൂടെ ഹിജ്റ പോന്നവർ, പ്രവാചകന് വേണ്ടി ത്യാഗം സഹിച്ചവർ, പ്രവാചകന്റെ കാലിൽ മുള്ളുകുത്തുന്നത് എനിക്കിഷ്ടമല്ല, എന്നെ കൊന്നാലും പ്രവാചകന്റെ കാലിൽ മുള്ളുകുത്തുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ സഹാബികളായ ആളുകൾ, ഹുബൈബിനെ പോലെ സഹാബികൾ, അങ്ങനത്തെ ആളുകൾ ഒരിക്കൽ പോലും അവർ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നബി ആകാമെന്ന് ഒരു സഹാബത്തും മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? അവർക്കറിയാം അങ്ങനെ ആകാൻ കഴിയില്ല.
അതുകൊണ്ട് തന്നെ ഒരു സഹാബിയും അള്ളാഹുവെ ഈ സമൂഹത്തിൽ നീ സിദ്ദീഖിനെ നൽകി, നീ സുഹദാക്കളെ നൽകി, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സാലിഹീങ്ങളെ നൽകി, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ നുബുവത്തിന്റെ ദർജ നൽകി അനുഗ്രഹിക്കണേ എന്ന് ഒരൊറ്റ സഹാബിയും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരൊറ്റ സഹാബിയും അത് അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് മാത്രം മതി ഈ ഒറ്റ കാര്യം മനസ്സിലാക്കാൻ. ആ സഹാബത്തിന് ആ പദവി കിട്ടാൻ യോഗ്യത ഇല്ലാതിരിക്കെ പിന്നെ ഒരു സാധാരണ മനുഷ്യനായ ഒരു കുടുംബജീവിതം പോലും നയിക്കുന്നതിൽ പരാജിതനായ ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും യോഗ്യതയില്ലാത്ത മിർസ ഖാദിയാനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ തൻ്റെ മരുന്നുകളുടെ കൂട്ടത്തിൽ അഫിയൂൻ കറുപ്പ് സൂക്ഷിച്ചിരുന്നു എന്നും, തൻ്റെ മരുന്നുകളുടെ കൂട്ടത്തിൽ കറുപ്പ് എന്നത് ലഹരി പദാർത്ഥമാണ്, അത് സൂക്ഷിച്ചിരുന്നു എന്നും, തൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരിക്കെ മറ്റ് ഒരു പെണ്ണിനെ മുഹമ്മദ് ബീഗം എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പ്രേമിക്കുകയും ആ പെണ്ണിനെ പ്രേമിച്ചിട്ട് ആ പെണ്ണിനെ വിവാഹം ചെയ്തു തരാത്തതിൻ്റെ പേരിൽ ആ പ്രേമനൈരാശ്യത്തിൽ ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെ വൃത്തിഹീനമായ ഒരു മനുഷ്യൻ, ഒരിക്കൽ പോലും ജീവിത വിശുദ്ധി നേടാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് സഹോദരങ്ങളെ പ്രവാചകത്വം ലഭിക്കുക എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമത്തെ വേറെ ഒരു വിഷയമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ അറബി സാഹിത്യത്തിൽ എവിടെയും സാഹിത്യകാരന്മാർ എവിടെയും മഅ എന്ന് പറഞ്ഞതിന് മിനിന്റെ അർത്ഥം കൽപ്പിച്ചിട്ടില്ല. ഒരു നഹവിന്റെ ഗ്രന്ഥവും നിങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. ഞാൻ പലവട്ടം ചോദിച്ചു, ഏതെങ്കിലും ഒരു നഹവിന്റെ ഗ്രന്ഥം കൊണ്ടുവന്ന് നിങ്ങൾ മഅ എന്ന പദത്തിന് അല്ലെങ്കിൽ മഅ എന്ന ഹർഫിന് നിങ്ങൾ മിനിന്റെ അർത്ഥം കിട്ടുന്ന ഏതെങ്കിലും നഹവിന്റെ ഗ്രന്ഥം കൊണ്ടുവരുമോ എന്ന് ചോദിച്ചതിന് യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ല. ഞാൻ ചോദിച്ചു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു സ്വാബിരീങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവിടെ മാക്ക് എന്താ അർത്ഥമാണുള്ളത്? അപ്പൊ അവർ പറഞ്ഞു അള്ളാഹു മനുഷ്യരുമായി ബന്ധപ്പെടുത്തൊക്കെ കൂടെ എന്ന അർത്ഥമാണ്, അത് മായത്തിന് അർത്ഥമാണ്. എന്നാൽ മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, റായത്തു ഖാദിയാനി മാൽ കൽബി, പട്ടിയോട് കൂടെ ഒരു കാദിയാനിയെ ഞാൻ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ ഈ കാദിയാനി പട്ടിയാകുമോ എന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. അതിനൊരു മറുപടിയില്ല. ഇത്തരത്തിലാണ് പൊള്ളയായ വാദഗതികൾ, അവരുടെ പൊള്ളയായ വാദഗതികൾ എന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല, ഇനി മിർസ ഖാദിയാനി തന്നെ ഈ മാക്ക് എന്താണ് അർത്ഥം പറയുന്നത്? മിർസ ഖാദിയാനി പറയുകയാണ്, അദ്ദേഹത്തിന്റെ റുഹാനി ഖസായിൻ, അവരെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ പുസ്തകങ്ങൾ കൂട്ടി എല്ലാ പുസ്തകങ്ങളും കൂടി സ്വരൂപിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥശേഖരമാണ് റുഹാനി ഖസായിൻ. ഈ റുഹാനി ഖസായിനിൽ എന്താണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പറയുന്നത്? എന്താണ് അദ്ദേഹത്തിന് ഇന്ന് പറഞ്ഞത് നാളെ ഓർമ്മ ഉണ്ടാവില്ല, ഇപ്പൊ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. കാരണം അദ്ദേഹം ഖുർആനിൽ പറഞ്ഞത് കല്ലത്തിൻ അഖദ് അസ്ലഹ മിൻ ബാദി ഖുവത്തിൻ അൻകാസ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറുണ്ടാക്കിയിട്ട് വൈകുന്നേരമാകുമ്പോൾ ആ കയറൊക്കെ പിരിച്ച് വീണ്ടും ഒഴിച്ചു കളയുന്ന ആ പെണ്ണിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ ഈ മിർസ ഖാദിയാനി അങ്ങനെയാണ്. തൻ്റെ പുസ്തകത്തിൽ മുഴുവനും ഞാൻ നബിയാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി കുറെ കാര്യങ്ങൾ എഴുതും. അതിനുശേഷം പിന്നെ അദ്ദേഹം ഓർക്കുമാവും ശരിയാവുമല്ലോ, വീണ്ടും അതിനെതിരായി എഴുതും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ റുഹാനി ഖസായിൻ ഷഹാത്തുൽ ഖുർആൻ, റുഹാനി ഖസായിൻ 6ാം വാള്യം ഷഹാത്തുൽ ഖുർആൻ 324 മുതൽ 324 പേജ് അദ്ദേഹം പറയുകയാണ്, ഇന്ന സയ്യിദന വറസൂലന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയ, തീർച്ചയായും നമ്മുടെ നബി, നമ്മുടെ പ്രവാചകൻ, നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. അപ്പൊ ഖാദിയാനികൾ ചോദിക്കുമ്പോൾ ഖാതമുൽ അംബിയ നിങ്ങൾ സ്വന്തമായി അർത്ഥം പറഞ്ഞതല്ലേ അവസാനത്തെ പ്രവാചകൻ എന്ന്? മിർസ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെങ്കിൽ മിർസയുടെ ബാക്കി ഭാഗം നമ്മൾ വായിക്കാം. വലാ യുംകിനു അൻ യഅതി ബഅദഹു നബിയ്യുൻ, ആ മിർസ പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വേറൊരു പ്രവാചകൻ വരാൻ സാധ്യമല്ല, അസാധ്യമാണ്. അതുകൊണ്ടാണ് വഖദ് വദഅൽ മുഹദ്ദിസൂൻ ഫി ഹാദിഹി ശരീഅത്തി മഖാമൽ അംബിയ, അംബിയാക്കളുടെ സ്ഥാനത്ത് മുഹദ്ദിസീങ്ങളെ വെച്ചത് അതുകൊണ്ടാണ് എന്ന്, മുഹദ്ദിസുകളെ വെച്ചത് അതുകൊണ്ടാണ് എന്ന്, ഈ ശരീഅത്തിൽ ഇനി ഒരു പ്രവാചകന് സ്ഥാനമില്ല, അതുകൊണ്ട് മുഹദ്ദിസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് അംബിയാക്കളുടെ സ്ഥാനത്ത് അംബിയാക്കളുടെ സ്ഥാനത്ത് മുഹദ്ദിസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മിർസ തന്റെ പുസ്തകത്തിൽ പറയുകയാണ്. ആ മിർസ തന്നെ പറയുകയാണ്, ഇന്ന മദ്ഹബി വ അഖീദതി അല്ലതി അഖറഹ അൻൽ ഇസ്ലാം ജുസാൻ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വിശ്വാസപ്രകാരവും ഇസ്ലാമിന് 2 ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം ഇത്താഅത്തുല്ലാഹ്, അള്ളാഹുവിനെ വഴിപ്പെടലാണ്.
വൽജുസു ഉസ്സാനി രണ്ടാമത്തെ ഭാഗം ഇത്താഅത്തുൽ ഹുകൂമ അല്ലതി ബസത്തുൽ അംന വആവത്നാ ഫി ദില്ലിഹാ മിനൽ ളാലിമീൻ വഹിൽ ഹുകൂമത്തുൽ ബ്രിട്ടാനിയ. അക്രമികളിൽ നിന്ന് നമുക്ക് അഭയം നൽകിയിട്ടുള്ള, നമുക്ക് എല്ലാ തരത്തിലുള്ള അഭയവും നിർഭയത്വവും നൽകിയിട്ടുള്ള ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തെ അനുസരിക്കലാണ് വേറെ രണ്ടാമത്തെ ഭാഗമെന്ന് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി റുഹാനി ഖസായിൽ ഷഹാത്തുൽ ഖുർആനിൽ 350-ാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, ഇനി മാ എന്ന അർത്ഥമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, മാക്ക് മിന്റെ അർത്ഥമുണ്ടെങ്കിൽ ഇതാ അടുത്ത ഒരു കാര്യം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ മിർആത്തുൽ കമാലാത്തുൽ ഇസ്ലാമിൽ അദ്ദേഹം പറയുകയാണ്, ലഖദ് അമറകുമുല്ലാഹു അൻ തഖറഉ ഫീ സ്വലവാതികുമുൽ ഖംസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ 5 വക്തിലും ദുആ ചെയ്യുവാൻ. എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പ്രാർത്ഥിക്കാനാണ് അല്ലാഹു കൽപ്പിച്ചത്. അല്ലാഹുവേ, ഞങ്ങൾ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ. ആരുടെ മാർഗമാണ്? നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. ഐ ദുല്ലനായ റബ്ബന അലാ സിറാത്തി ഇബാദിക്കൽ മുൻഅമ അലൈഹിം, നീ അനുഗ്രഹിച്ചിട്ടുള്ള നിന്റെ അടിമകളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആരാണ് മൻഹുമുൽ മുൻഅമ അലൈഹിം? ആരാണ് അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ? ഹുമുൽ അംബിയാ വസ്ദിഖൂൻ വശുഹദാ വസ്സാലിഹൂൻ. അവർ അംബിയാക്കളാണ്, ശുഹദാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. അപ്പൊ 5 വക്തിലും നമ്മൾ ഇങ്ങനെ അല്ലാഹുവേ എന്നെ നബിയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല എന്ന് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി തന്നെ പറയുകയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന എന്താണ്? പരലോകത്ത് നമുക്ക് കിട്ടുന്ന ഗുണത്തിന് വേണ്ടി, പരലോകത്ത് നമുക്ക് കിട്ടേണ്ട സ്ഥാനത്തിന് വേണ്ടി അമ്പിയാക്കൾക്കും സിദ്ദീഖീങ്ങൾക്കും ശുഹദാക്കൾക്കും സാലിഹീങ്ങൾക്കും കിട്ടുന്ന ആ സ്ഥാനത്തിന് വേണ്ടിയാണ് 5 വക്തിലും നാം അള്ളാഹുവിനോട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി തന്റെ ഹമാമത്തുൽ ബുശ്റയിലെ അവസാനമായി മക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. നസ്അലുഹു അൻ യുദ്ഖിലകും ഫീ മലകൂതിഹി മഅൽ അംബിയാഇ വറുസുൽ വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ. എന്താണ് അദ്ദേഹം പറയുന്നത്? നസ്അലുഹു, ആ അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അൻ യുദ്ഖിലഹും ഫീ മലകൂതിഹി, അവന്റെ മലക്കൂത്തിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കാൻ, അള്ളാഹുവിന്റെ രാജ്യത്തിൽ, അള്ളാഹുവിന്റെ അധികാരത്തിന്റെ മലക്കൂത്തു സമാവാത്തി വല്ല അള്ളാഹുവിന്റെ അധികാരത്തിന്റെ, അള്ളാഹു അധികാരമുള്ളവനാണ്, അവന്റെ അധികാരത്തിന്റെ കീഴിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുവാൻ. എവിടെയാണ്? മഅൽ അംബിയ, അംബിയാക്കളോട് കൂടെ, വറുസുൽ, മുർസലീങ്ങളോട് കൂടെ, വസിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ കൂടെ, വശുഹദാഇ വസ്സാലിഹീൻ, ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ നിങ്ങളെ പ്രവേശിപ്പിക്കട്ടെ എന്ന്, പരലോകത്ത് നിങ്ങൾക്ക് സ്ഥാനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി തന്റെ ഹമാമത്തുൽ ബുശ്റയിലെ 200-ാമത്തെ പേജിൽ കാണുവാൻ സാധിക്കും. അപ്പോ ഈ പ്രാർത്ഥന മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി തന്റെ ഗ്രന്ഥത്തിൽ, തന്റെ തദ്കിറയിൽ പറയുന്നത്, അദ്ദേഹത്തിന്റെ വഹികൾ ക്രോഡീകരിക്കപ്പെട്ടുള്ള തദ്കിറ, അതിന്റെ 26-ാമത്തെ പേജിൽ അദ്ദേഹത്തിന്റെ വഹി കാണാം. ഉജീബു കുല്ലു ദുആഇ, ഞാൻ നിന്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ സ്വീകരിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ആ എല്ലാ പ്രാർത്ഥനകളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി മക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മക്കക്കാർ മുഴുവനും നബിമാരാകണം, മക്കക്കാർ മുഴുവനും മുർസലുകളാകണം, മക്കക്കാർ മുഴുവനും സിദ്ദീഖീങ്ങളാകണം, ശുഹദാക്കളാണ്, സാലിഹീങ്ങളാകണം. അങ്ങനെ ഖാദിയാനികളെ നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ ആയത്തുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു വിശദീകരണമാണ് ഈ വലിയവൻ നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിയാനികളുടെ ഫിത്നയിൽ നിന്ന് ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖാദിയാനിസത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.